എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന റിസൾട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിൻ്റെ HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട്. ആ HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു റിസൾട്ട് തന്നെയാണ് HDE സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ റിസൾട്ട് എപ്പോഴാണ് വരിക, എന്നാണ് വരിക എന്ന് പല വിദ്യാർത്ഥികളും ആശങ്ക അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇതാ റിസൾട്ട് സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി ഡയറക്റ്റ് സെർച്ച് ചെയ്യുക. ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് അവിടെ ലഭ്യമാണ്. പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ അവിടെ ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ പോകുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടിൻ്റെ പേജിലേക്കായിരിക്കും. അവിടെ നിങ്ങൾക്ക് HDE വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്റർ എക്സാം ഡൗൺലോഡ് ചെയ്യാനുള്ള റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്ക് അവിടെ ലഭ്യമാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നില്ല, ആധാർ നമ്പർ ചോദിക്കുന്നില്ല, രജിസ്റ്റർ നമ്പർ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. എന്നാലും ആധാർ നമ്പറും നോക്കി വെച്ചോളുക. കാരണം ആധാർ നമ്പറും ചില ഘട്ടങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.